സ്കിൻ കെയറും ബാക്കിയൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. സ്ത്രീകൾക്കൊന്നും കൂടെ പുരുഷന്മാരെക്കാളും ഏജ് തോന്നിപ്പിക്കും. ഇപ്പോൾ സെയിം ഏജുള്ള കപ്പിൾസിൻ്റെ അടുത്ത് നോക്കിയാൽ നമുക്ക് ചില കപ്പിൾസിനെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്താ ഈ സ്ത്രീക്ക് ഭയങ്കര ഏജ്, അതുപോലെ ഈ ആണിന് കുറച്ച് ഏജ് കുറവാണല്ലോ എന്ന് തോന്നിക്കും. പക്ഷെ അവർ സെയിം ഏജ് ആയിരിക്കും. അതിൻ്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള ആഫ്റ്റർ മാരേജ്, ഇപ്പം നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ആ പുരുഷൻ്റെ കുടുംബത്തിലേക്ക് കുട്ടിയെ കൊണ്ടുപോവാണ്. അപ്പം നമ്മൾ ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന ലൈഫ് സ്റ്റൈലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. കുറേ റെസ്പോൺസിബിലിറ്റീസും ഈ സ്ത്രീയുടെ തലയിൽ വരികയാണ്. അപ്പോൾ ഈ കോർട്ടിസോൾ പ്രൊഡക്ഷൻ ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. നമ്മുടെ ടെൻഷൻ കൂടുമ്പോൾ തന്നെ നമുക്ക് ഏജ് ആകും. നമ്മൾ എത്ര സ്കിൻ കെയറും ബാക്കിയൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. സ്കിൻ കെയറും കാര്യം ചെയ്യേണ്ടെന്നല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ഹെൽത്ത്, അതായത് ഫിറ്റ്നസ് ട്രെയിനിങ്ങും പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷനും കൂടെ എടുക്കുകയാണെങ്കിൽ നാച്ചുറലി നമ്മുടെ സ്കിന്ന് യങ് ആയിട്ട് കാണപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡും. അപ്പോൾ നമ്മൾ പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ മനസ്സറിഞ്ഞിട്ടും നമ്മളുടെ ക്യാരക്ടറും കാര്യവും ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ശരീരം കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്താ പറ്റുക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ബോത്ത് മെൻ ആൻഡ് വിമൻ്റെ കേസിലായാലും.